പിന്നെയും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൾ മഹാദേവനെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. വീടിന്റെ രഹസ്യമുറിയിലെ യഥാർത്ഥ സത്യം അവൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ശരീരത്തിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയതും കാന്തി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന വേണിയെ അവൾ തന്റെ ശരീരത്തിൽ നിന്നും മറിച്ചിട്ടു. ചാടി എഴുന്നേറ്റ് ആദ്യം വേണിയുടെ കരണം പുകച്ച് കൈ വീശി ഒരു അടി കൊടുത്തു. ശേഷം അലറി വിളിച്ചു. കാന്തിയുടെ നിലവിളി കേട്ട് പാമ്പുങ്ങൾ തറവാട് കിടുങ്ങി വിറച്ചു. പെട്ടെന്ന് തന്നെ തറവാട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു. പ്രിയദർശനും രാജിയും സുദർശനും മഹാദേവനും എല്ലാം ഔട്ട് ഹൗസ് ലക്ഷ്യമാക്കി പാഞ്ഞു. ജോലിക്കാരി അമ്മിണി എല്ലാവരെയും കണ്ട് ഭയന്നു നിൽക്കുകയാണപ്പോൾ. എന്താ, ആരാ ഇവിടെ അലറി വിളിച്ചത്? രാത്രിയായാൽ ഒന്നിനും ഉറക്കമില്ലേ? അമ്മിണിക്ക് നേരെ കയർത്തുകൊണ്ട് പ്രിയൻ പറഞ്ഞു. ഉറക്കമില്ലാത്തത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ ഈ കാമഭ്രാന്തിയായ മകൾക്കാണ്. രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവിടുത്തെ ജോലികൾ ചെയ്യുന്ന ഞങ്ങൾക്ക് രാത്രിയിൽ മുറിയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. എന്നാൽ വറ്റ എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് കുത്തിക്കഴപ്പുള്ള നിങ്ങളുടെ മകൾക്ക് രാത്രിയിൽ ഉറക്കമുണ്ടാകില്ല. കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് കാന്തി പ്രിയദർശനോടായി പറഞ്ഞു. എടി, അതിൽ ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിച്ചത് അമ്മിണിയോടാണ്. എന്താ അമ്മിണി ഇവിടെ ഉണ്ടായത്? പ്രിയൻ അമ്മിണിയോടായി ചോദിച്ചു. ആരോടൊന്നും പറയാൻ കഴിയാതെ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു അമ്മിണി. അപ്പോൾ സത്യം പറയരുത് എന്ന രീതിയിൽ വേണി അമ്മിണിയെ രൂക്ഷമായി നോക്കുന്നുമുണ്ട്. അമ്മിണിയുടെ മുഖത്തെ പേടി കണ്ടതും മഹാദേവന് കാര്യം ഏറെക്കുറെ മനസ്സിലായി. അവൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അമ്മിണി ചേച്ചി, ആരെയും ഭയക്കണ്ട, സത്യം പറയണം. ഉറച്ച സ്വരത്തിൽ അവൻ അമ്മിണിയോടായി പറഞ്ഞു. അത് പിന്നെ കുഞ്ഞെ, വേണിക്കുഞ്ഞു പറഞ്ഞു കാന്തിയോട് എന്തോ പറയാനുണ്ട്. കുറച്ചു സമയത്തേക്ക് റൂമിന് പുറത്തിറങ്ങി നിൽക്കാൻ. 12 മണിയായപ്പോൾ വേണി ഇവിടേക്ക് വന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഈ മുറിക്കകത്ത് നടന്നതൊന്നും എനിക്ക് അറിയില്ല കുഞ്ഞെ, അമ്മിണി പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ വേണിമോളെ ഈ പാതിരാത്രി നീ ഇവളെ കാണാൻ ഇങ്ങോട്ട് വന്നത്? പ്രിയദർശൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഇവൾ എന്റെ മുഖത്തേക്ക് തിളച്ച കാപ്പി ഒഴിച്ചില്ലേ, അതിന് തിരിച്ച് ഇവൾക്കൊരു പണി കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഈ ഔട്ട് ഹൗസിലേക്ക് കയറിയതാണ്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി വേണി പറഞ്ഞു. എന്നിട്ട് പണി കിട്ടിയത് ഇപ്പൊ ആർക്കാണ്? പണി കിട്ടിയത് നിങ്ങളുടെ മകൾക്ക് തന്നെയാണ്. അത് അവളുടെ മുഖത്ത് 5 വിരലായി കിടക്കുന്നുമുണ്ട്. പ്രിയദർശനെ നോക്കി പരിഹസിച്ചുകൊണ്ട് കാന്തി പറഞ്ഞു. എടാ രണ്ടാമത്തെ സൽപുത്ര, ഡോക്ടർ മോനെ, ഇനിയെങ്കിലും നിന്റെ ആ തിരുവായ ഒന്ന് തുറക്ക്. നിന്റെ കുഞ്ഞി പെങ്ങളെ അടിച്ച് ഇവളുടെ കൈ തല്ലിയൊടിക്കെങ്കിലും ചെയ്യടാ മോനെ. വേണിയുടെ മുഖത്ത് തെളിഞ്ഞു കിടക്കുന്ന കൈവിരലുകൾ കണ്ടതും ദേഷ്യം സഹിക്കാൻ കഴിയാതെ പ്രിയൻ പറഞ്ഞു. ഇത് കേട്ടതും മഹിയുടെ മുഖഭാവം ദേവനിൽ നിന്നും ചെകുത്താനിലേക്ക് മാറാൻ തുടങ്ങി. എടാ, വാശിക്കായാലും നീ താലി കെട്ടിയ പെണ്ണല്ലേ ഇവള്. അപ്പോൾ ഇവളെ തല്ലാനും കൊല്ലാനുമുള്ള അധികാരം നിനക്ക് മാത്രമാണ്. ഈ പാമ്പുങ്ങൾ തറവാട്ടിൽ വന്ന് ഇത്രമാത്രം അവൾ കിടന്ന് വിലസിയിട്ടും നീ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. നിന്നെയൊക്കെ മറ്റേ പേരിട്ട് വിളിക്കണം. സുദർശൻ മഹാദേവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും ഇവൾ എന്റെ ഭാര്യയല്ലേ, ഇവൾക്കുള്ള ശിക്ഷ ഞങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് കൊടുത്തോളാം. ഇനി മുതൽ ഇവള് അവിടെ കിടന്നാൽ മതി. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മഹാദേവൻ പറഞ്ഞു. ഇതിപ്പോ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായല്ലോ. ഇങ്ങനെ പോയാൽ കാന്തിയുടെ ബലിക്കാക്കയെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ടി വരും. മഹാദേവന്റെ വാക്കുകൾ കേട്ട് പ്രിയൻ മനസ്സിൽ പറഞ്ഞു. ഈ ഒരു താലി കെട്ടിയ അധികാരം സ്ഥാപിക്കാനാണോ എന്നെ നിങ്ങളുടെ ഈ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നത്? താലിമാല അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഏതായാലും ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ണല്ലേ നീ. നിന്റെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ പിന്നെ ഇനി ഔട്ട് ഹൗസിൽ കിടക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ എന്റെ കൂടെ നിന്നെ താമസിപ്പിക്കാം എന്ന് കരുതിയത്, അവൻ ആർദ്രമായി പറഞ്ഞു. ഓ, എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണോ? ശത്രുവിന്റെ മകളോട് ഇത്രയ്ക്ക് അനുകമ്പ കാണിക്കണോ ഡോക്ടർ മഹാദേവ? ഓ സോറി, അത് നിങ്ങളുടെ അവതാരമാണല്ലോ. ശരിക്കുള്ള വിശ്വരൂപം ചെകുത്താനല്ലേ, ഞങ്ങളുടെ കുടുംബത്തിൽ നശിപ്പിക്കാൻ വന്ന ചെകുത്താൻ. ഇത്രമാത്രം പകയോടെയാണ് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അറപ്പ് തോന്നുന്നു. പൂർണ്ണ മനസ്സോടെ എന്റെ ശരീരത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ തന്റെ കുടുംബ ശത്രുവിനാണല്ലോ എന്റെ ശരീരം സമർപ്പിച്ചത് എന്ന് അറിഞ്ഞില്ലല്ലോ ദൈവമേ ഞാൻ. ഹണിമൂണിനായി എന്നെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയത് കൊല്ലാൻ തന്നെയാകും അല്ലേ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം, പക്ഷെ ഒരു കാര്യം സത്യമാണ്. ഇപ്പോൾ എനിക്ക് നിന്നോട് പഴയ പകയോ ദേഷ്യമോ ഒന്നുമില്ല. അവൻ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യം പറ കാന്തി, നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്.
അന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ വെച്ച് വേണിക്ക് എന്താണ് സംഭവിച്ചത്? നീ പറയുന്നത് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലെ ആരും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസമാണത്. വളരെ സമാധാനപരമായി ജീവിച്ചു വന്നിരുന്ന ഞങ്ങളുടെ വീടിനെ പിടിച്ചു കുലുക്കിയ ആ കറുത്ത ദിനങ്ങൾ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ അനുജത്തി കാരണം ഞങ്ങളുടെ കുടുംബമാണ് തകർന്നത്. എന്റെ അച്ഛന്റെ മനസ്സ് തകർന്നു പോയി. അതിൽ നിന്നും ഇപ്പോഴും ഞങ്ങളുടെ കുടുംബം കര കയറിയിട്ടില്ല. എന്റെ ജീവിതവും നിങ്ങൾ നശിപ്പിച്ചു. ഇനി ഇവിടെ സത്യത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? അവൾ ചോദിച്ചു. പ്രാധാന്യമുണ്ട്. സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താനും എന്നെ കൊണ്ട് കഴിയും. അതിന് പരിഹാരം ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കും, അവൻ പറഞ്ഞു. ആ രാത്രി കാന്തി താങ്കളുടെ കഥ പറയാൻ തുടങ്ങി. ഞാൻ +2 പഠിക്കുന്ന കാലം. എന്റെ അച്ഛന്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു വീടിനോട് ചേർന്ന് ഒരു ട്യൂഷൻ ക്ലാസ്. അന്ന് അതിന്റെ ഉദ്ഘാടനമായിരുന്നു. എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്ന വിദ്യാലയം എന്നായിരുന്നു അതിന്റെ പേര്. അന്ന് എന്റെ കൂടെ +2 പരിചയപ്പെട്ടതാണ് വേണി എന്ന കൃഷ്ണവേണിയെ. എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വേണി ഞങ്ങളുടെ കുടുംബവുമായി അടുത്തു. ഹോസ്റ്റലിലെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വരുമായിരുന്നു. അവൾക്കുള്ള ഫുഡ് എന്റെ അമ്മയും മുത്തശ്ശിയും എന്നും എന്റെ കയ്യിൽ അവൾക്ക് തന്നുവിടുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പം വളരെ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവൾ ഞങ്ങളുമായി ഉണ്ടാക്കിയെടുത്തു. സയൻസ് സബ്ജക്റ്റിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവൾ എന്റെ അച്ഛന്റെ അടുത്ത് ട്യൂഷന് വരാൻ തുടങ്ങി. ആദ്യം അവളുടെ പെരുമാറ്റമെല്ലാം വളരെ നല്ലതായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞാലും അവൾ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അവളുടെ ഒപ്പം ഞാനും ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് എല്ലാ കുട്ടികളും പോയിട്ടും വേണി പോകാതെ അവിടെ തന്നെ ഇരുന്നു. എന്താടി വേണി, നീ ഹോസ്റ്റലിലേക്ക് പോകാത്തത്? വൈകി ചെന്നാൽ അത് പ്രശ്നമാകില്ലേ? നിഷ്കളങ്കതയോടെ കാന്തി ചോദിച്ചു. അതോർത്ത് നീ വിഷമിക്കേണ്ട. ഞാൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് ചെല്ലില്ല എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഇറങ്ങിയത്. നാളെ ഏതായാലും സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നെങ്കിലും ഞാൻ നല്ല ഫുഡ് കഴിച്ചോട്ടെ. ഞാൻ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പോവുക, വേണി പറഞ്ഞു. അപ്പോൾ നിന്റെ വീട്ടുകാർ നിന്നെ തിരക്കില്ലേ? എന്റെ വീട്ടിലേക്ക് ഞാൻ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ ഇവിടെ താമസിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വേണി അന്ന് അവിടെ പറ്റിക്കൂടി നിന്നു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ കാന്തിയുടെ വീടുമായി വേണി അത്രമാത്രം അടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അവൾ താമസിക്കുന്നതിൽ അവിടെയുള്ളവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേണിയുടെ ഉള്ളിലെ മൃഗത്തെ അവരാരും തിരിച്ചറിഞ്ഞില്ല. വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കി ആ രാത്രി വിദ്യാലയം എന്ന ആ വീട് വേണിക്ക് വിരുന്നൊരുക്കി. വരാൻ പോകുന്ന വലിയ ദുരന്തം അറിയാതെ.